സംസ്ഥാന കോൺഗ്രസിന്റേത് സർവനാശത്തിലേക്കുള്ള പോക്കാണെന്ന് ഹൈക്കമാൻഡിനോട് ഐ ഗ്രൂപ്പ് നേതൃത്വം. കേരളത്തിലെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി നേതൃത്വം ഇടപെടണമെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച് തങ്ങൾ കേരളത്തിൽ പരസ്യമായൊരു കലാപത്തിന് ഇല്ലെന്നും നേതാക്കൾ അറിയിച്ചു. അതേസമയം കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയവർക്ക് കാലം തിരിച്ചടി നൽകുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഐ ഗ്രൂപ്പ് നേതാവ് ആർ ചന്ദ്രശേഖരൻ രംഗത്തെത്തി. ബാർക്കോഴ കേസിനു പിന്നാലെ സോളാർ കേസും ശക്തമായതോടെ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വഷളായി എന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ പോക്ക് നാശത്തിലേക്കാണെന്ന് ഹൈക്കമാൻഡിനെ ഐ ഗ്രൂപ്പ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. എ കെ ആന്റണി, മുകുൾ വാസ്നിക് എന്നിവരുമായി നടത്തിയ ആശയവിനിമയത്തിനിടയിലാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ ഈ വികാരം പങ്കുവച്ചത്. ഇങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അധികാരത്തിൽ തിരിച്ചെത്താനാകില്ല. ജനവികാരം പാർട്ടിക്ക് എതിരാകുന്നുവെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ വഷളാക്കാൻ തങ്ങളില്ല എന്നാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനവുമായി ഐ ഗ്രൂപ്പ് നേതാവും INTUC സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരൻ രംഗത്തെത്തി. ലീഡറെ പിറകിൽ നിന്ന് കുത്തി മുറവിളി കൂട്ടി അധികാരത്തിൽ നിന്നും പുറത്താക്കിയവർക്ക് തന്നെ കാലം തിരിച്ചടി നൽകുന്നുവെന്ന് ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ പറഞ്ഞു. ചെയ്തുപോയ മഹാപാപങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദികളല്ല. ഇനി പാർട്ടിയോ ജനങ്ങളോ തീരുമാനിക്കേണ്ടത് എന്ന ചോദ്യവും ചന്ദ്രശേഖരൻ ഉന്നയിക്കുന്നു. അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു വലിയ പാപമാണ് എന്നൊരു ധാരണ എനിക്കില്ല. അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. മാത്രമല്ല, നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ചന്ദ്രശേഖരൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ചന്ദ്രശേഖരനോട് തന്നെ ചോദിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഞാൻ ഒരിക്കലും പുറകെന്ന് കുത്തിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ്. അതേസമയം ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ച് VM സുധീരൻ ഇന്നും രംഗത്തെത്തി. ബാബുവിന്റെ ധാർമ്മികത അതിനേക്കാളും വലിയ ധാർമ്മികതയുള്ള ആളാണ് മുഖ്യമന്ത്രി. അതിലൊന്നും യാതൊരു തർക്കമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.